സന്നിധാനത്തെ മലിനജലം ശുദ്ധീകരിച്ച് ശൗചാലയങ്ങളിൽ ഉപയോഗിക്കുന്ന പദ്ധതിക്കായി 2 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ബെയിലി പാലത്തിന് സമീപത്തായി സ്ഥിരം തടയണകൾ നിർമ്മിച്ച് മലിനജലം ശുദ്ധീകരിക്കാനുള്ള പദ്ധതിക്ക് 3 കോടി രൂപയാണ് പദ്ധതി പ്രകാരമുള്ള ചെലവ്. കൂടാതെ പ്രതിദിനം 5 ടൺ ഉൽപ്പാദനശേഷിയുള്ള ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ 3 കോടിയും അപ്പവും അരവണയും പ്ലാന്റിൽ നിന്ന് കൗണ്ടറുകളിലേക്ക് കൊണ്ടുപോകാനായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന 50 വാഹനങ്ങൾ വാങ്ങാനായി 2.5 കോടി രൂപയും ചെലവ് വരും. ശബരിമലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കുന്നാർ ഡാമിന്റെ ഉയരം കൂട്ടുന്നതിനുള്ള പദ്ധതികളും ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുണ്ട്. മഴ ലഭിക്കാത്ത ഒരു കാലം അല്ലെങ്കിൽ ദിവസങ്ങൾ ഉണ്ടായാൽ അത് കുടിവെള്ള വിതരണത്തെ ബാധിക്കും. അതിന് പരിഹാരം കുന്നാർ ഡാമിന് ഉയരം കൂട്ടുവാൻ സന്നിധാനത്തെ പ്ലാസ്റ്റിക് ശേഖരിച്ച് പമ്പയിലെത്തിക്കുന്നതിനും മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിനുമായി 10 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കെട്ടിടങ്ങൾക്ക് മുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനും പോലീസ് ബാരക്കിന് സമീപം ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിനുമായി 9 കോടി രൂപ വീതമുള്ള പദ്ധതിയുണ്ട്. ശർക്കര ഗോഡൌൺ, ഭസ്മകുളം, വിവിധ റോഡുകൾ എന്നിവയുടെ പുനർനിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബെയിലി പാലത്തിന് മുകളിലൂടെ മറ്റൊരു പാലം നിർമ്മിക്കുന്ന കാര്യവും ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലാണ്. ക്യാമറ പേഴ്സൺ വിഘ്നേഷിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, സന്നിധാനം.